ഹലോ ഫ്രണ്ട്സ്, അവർക്കും ഡീഫൈഡിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതിപ്പോൾ പാടത്താണ് നിൽക്കുന്നത്, ടിപ്പുളിപ്പാടം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോട്ട് ഉണ്ടാക്കലാണ്. അതായത് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്ന ഒരു സിമ്പിൾ ബോട്ടാണ്. പക്ഷേ ഈ ബോട്ടിന് നല്ല രീതിക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഈ ബോട്ട് വെച്ചിട്ട് നമുക്ക് മീനെ പിടിക്കാനും അതുപോലെ വേറെ നമ്മൾ പോകുന്ന സ്പീഡ് കണ്ടുപിടിക്കാനും കുറേ പ്ലാനുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. റഡാർ പോലത്തെ ചെറിയ എന്തെങ്കിലും വെച്ചിട്ട് മീനുള്ള സ്ഥലങ്ങളാണോ മനസ്സിലാക്കാൻ നമുക്ക് കുറേ പ്ലാനിങ് ഉണ്ട്. ഇതൊക്കെ നടക്കുമെന്ന് അറിയില്ല. അപ്പോൾ നമ്മുടെ പാർട്ട് 1 ആണ്. ശരിക്കും ഈ ഒരു വീഡിയോ ഇപ്പോൾ 1-2 ആഴ്ചയായി ശരിക്കും ഞാൻ ഈ സാധനം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. ഇതേവരെ ആരും കാണാത്ത എററുകളാണ് എനിക്ക് വരുന്നത്. അതായത് ആർഡിനോ റിപ്പീറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന വോയിഡ് ലൂപ്പൊക്കെ ഒരൊറ്റ പ്രാവശ്യം വർക്ക് ചെയ്ത് പോകും. ആർഡിനോ പവർ എടുക്കാണ് ഇഷ്ടംപോലെ പ്രശ്നങ്ങളാണ്. പക്ഷെ ഓരോ പ്രശ്നങ്ങളിൽ നിന്നും നമ്മുടെ ബോട്ട് വീണ്ടും അപ്ഗ്രേഡ് ചെയ്താണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ പട്ടിപ്പുള്ളി ഒരു പാടത്തുണ്ട്, നല്ല കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ കൂടുതലൊന്നും പറയണം, നമ്മുടെ ഈ ബോട്ടൊന്ന് നോക്കി നോക്കാം. അപ്പോൾ നമ്മുടെ പാർട്ട് 1 വീഡിയോ ആണ്. പാർട്ട് 2, 3 ഒക്കെ ദേ പോയി ഇതാവുന്നു. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടിലുള്ള കഷ്ണങ്ങൾ ഇതുപോലത്തെ ഒരു മൾട്ടിവുഡ് ഷീറ്റ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അത്യാവശ്യം കഷ്ണങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒരെണ്ണം മുകളിലും ഒരെണ്ണം താഴത്ത് വയ്ക്കാനും പിന്നെ 2 സൈഡിൽ വയ്ക്കാനും. നമ്മൾ ഇതിന് മുമ്പ് സൈഡിൽ വയ്ക്കുന്ന സെറ്റപ്പ് ഇല്ലാണ്ട് ചെയ്ത് നോക്കി, ഉള്ളി വെള്ളം കയറി, കുപ്പി വെച്ച് ചെയ്ത് നോക്കി, അപ്പോഴും വെള്ളം കയറി. ഇതിപ്പോൾ തന്നെ വേർഷൻ 3 ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതുപോലത്തെ സെറ്റപ്പുകൾ വേണം. കുറച്ച് കഷ്ണങ്ങൾ കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ചെറിയ ഇതുപോലത്തെ തെർമോക്കോളിൻ്റെ പീസുകൾ കട്ട് ചെയ്തിട്ട് ബോട്ടിൻ്റെ അടിയിൽ ഒട്ടിച്ച് കൊടുക്കണം. കാരണം ഇല്ലെങ്കിൽ അതിൽ മൊത്തം വെള്ളം കയറും. നമ്മുടെ ബാറ്ററിക്ക് തന്നെയുണ്ട് അത്യാവശ്യം വെയിറ്റ്. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ബോട്ട് വെള്ളത്തിൽ വയ്ക്കുന്നു, നേരെ ഒറ്റ അടിയിലേക്ക് അന്തർവാഹിനി വരെ മുങ്ങിപ്പോവും. അതുകൊണ്ട് അടിയിൽ മൊത്തത്തിൽ നമ്മൾ ഗ്ലൂ ചെയ്തിട്ട് നമ്മുടെ തെർമോക്കോളിൽ ഓരോരോ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കാം. പിന്നെ ഗ്ലൂ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഗ്ലൂ ഗൺ ഭയങ്കര ഹീറ്റ് കുറച്ചിട്ട് നമ്മൾ ഊതിയൊക്കെയാണ് ഒട്ടിക്കാൻ. കാരണം ഗ്ലൂ ഗണ്ണോ ചൂടാണ്, അതിൻ്റെ പശയ്ക്കോ ചൂടാണ്. അപ്പോൾ തെർമോക്കോൾ കൂടി വയ്ക്കുമ്പോൾ ഉരുകിയ അവസ്ഥയിൽ കിട്ടും. അങ്ങനെ ചെയ്യാണ്ടിരിക്കാൻ ഭയങ്കര കെയർഫുള്ളായിട്ട് ഊതി പതുക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. നമുക്ക് അതേപോലെ എല്ലാ കഷ്ണങ്ങളും ഒട്ടിച്ചെടുക്കാവേ. അതിനുശേഷം നമുക്ക് വേണ്ട ഇതുപോലത്തെ ഒരു സെർവോ മോട്ടറാണ്. ഇത് ഉപയോഗിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആംഗിൾ കൺട്രോൾ ചെയ്യാനാണ് ബോട്ട് ലെഫ്റ്റും റൈറ്റൊക്കെ തിരിയുന്നത്. സോ നമ്മളിവിടെ ഇതുപോലത്തെ ഒരു ഹോൾ ഇട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ സെർവോ മോട്ടറോടെ കണക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് സെർവോ നല്ല രീതിക്ക് ഒന്ന് ഒട്ടിച്ചുകൂടി കൊടുത്തേക്കാം. നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി വയ്ക്കലാണ്. നമ്മൾ 3.7 വോൾട്ടിൻ്റെ ലിഥിയം അയൺ ബാറ്ററി ജസ്റ്റ് പോസ്റ്റിനും ഏറ്റവും കൂടി കണക്ട് ചെയ്തിട്ട് ഇതിപ്പോൾ 12 വോൾട്ടിൻ്റെ ഒരു ബാറ്ററിയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി മെയിൻ പരിപാടി നമ്മുടെ ബോട്ടിൻ്റെ വെയിറ്റ് ബാലൻസ് ചെയ്യലാണ്. ഈ ബോട്ട് നേരെ വെള്ളത്തിൽ അപ്പുറത്തേക്കും കമന്നും മറിഞ്ഞും ഒക്കെ ചെരിഞ്ഞൊക്കെ കിടക്കും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഫ്ലോട്ട് ചെയ്ത് കിടക്കില്ല. നമ്മുടെ ബാറ്ററി വയ്ക്കുന്നത് നമ്മൾ സെൻറ്ററിലാണ് കേട്ടോ. കറക്റ്റായിട്ട് വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാറ്ററി നമ്മൾ സെൻറ്ററിൽ വെച്ചു. അങ്ങനെ ഇതിൽ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളും കറക്റ്റായിട്ട് പ്ലേസ് ചെയ്താൽ മാത്രമേ ബോട്ട് നല്ല രീതിക്ക് ഫ്ലോട്ട് ചെയ്ത് ബാലൻസ് ചെയ്ത് കിടക്കുള്ളൂ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഗിയർ മോട്ടറാണ്. ഗിയർ മോട്ടർ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മൾ നോർമൽ മിനി മോട്ടർ കുറച്ച് ഗിയർ സിസ്റ്റം വെച്ചിട്ട് കുറച്ച് ടോർക്ക്, അതായത് ഒരു റൊട്ടേറ്റിംഗ് പവർ കൂട്ടിയെടുത്തു. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ കുപ്പിയൊക്കെ എടുത്ത് നമ്മൾ അടപ്പ് തുറക്കൂലേ, നമ്മൾ തുറക്കുന്ന ഒരു ഒറ്റ മൊമെൻറ്റിൽ ഒരു കുറച്ച് പവറല്ലേ കൊടുക്കണ്ടേ, അത്രേ ഉള്ളൂ. സ്പീഡല്ലല്ലോ അവിടെ കാര്യം. അപ്പോൾ കുറച്ച് ഗിയർ സിസ്റ്റം വെച്ചിട്ട് ടോർക്ക് കൂട്ടിയെടുത്തു, അത്രേ ഉള്ളൂ പരിപാടി. നമ്മൾ 2 എഞ്ചിൻ പോലെ 2 സൈഡിൽ 2 ഗിയർ മോട്ടറൊക്കെ ഉണ്ട് നമ്മുടെ ബോട്ട് അൾട്രാ പവർ ആവാനായിട്ട്. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഗ്ലൂ വെച്ചിട്ട് ആ മോട്ടർ ഒന്ന് അവിടെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ മോട്ടറൊക്കെ സെറ്റാക്കി എടുത്തു. പിന്നെ നമ്മൾ ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ ഇതിൽ ആർഡിനോ യൂനോ എന്ന് പറഞ്ഞ ബോർഡാണ് ഉപയോഗിക്കുന്നത്. അത് ജസ്റ്റ് ഈ ഒരു സർക്യൂട്ട് കാണുമ്പോൾ മോട്ടർ ഡ്രൈവറിൽ കണക്ട് ചെയ്തെടുക്കാം. ഇവിടെ ആ പിൻസിൻ്റെ അത് ഇപ്പുറത്തേക്കൊക്കെ പിൻസ് ഇത്തിരി മാറിപ്പോയാലും പ്രശ്നമില്ല, നിങ്ങൾ കോഡ് ചെയ്യുമ്പോൾ മാറ്റിയാൽ മതി. ഈ സെയിം സർക്യൂട്ട് അങ്ങനെ ചെയ്യാന്നുള്ളത് നമ്മൾ ഇതിന് മുമ്പ് ബ്ലൂടൂത്ത് കാറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ കാണിക്കുന്നുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഇതുപോലത്തെ ഒരു HC05 ബ്ലൂടൂത്ത് മൊഡ്യൂൾ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് GND ആർഡിനോൻ്റെ GND കണക്ട് ചെയ്യുക, VCC ആർഡിനോൻ്റെ VCC കണക്ട് ചെയ്യുക, അതുപോലെ RX TX എന്നുള്ള പിൻ ആർഡിനോൻ്റെ ഏതെങ്കിലും ഡിജിറ്റൽ പിൻസ് കണക്ട് ചെയ്യുക, ഇല്ലെങ്കിൽ RX TX എന്നുള്ള പിന്നെ കണക്ട് ചെയ്യുക. നിങ്ങൾ എങ്ങനെയാണ് കോഡ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും ഇതൊക്കെ എങ്ങനെ കണക്ട് ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ കോഡും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഇതിന് മുമ്പത്തെ ഒരു ബ്ലൂടൂത്ത് കാറിൻ്റെ വീഡിയോ ഉണ്ട്, ആ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ കറക്റ്റ് സെയിം ആണ്. നമ്മൾ ബാറ്ററിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ ജമ്പർ കുത്തിയിട്ട് വളച്ച് വയ്ക്കാൻ കാരണം നമ്മുടെ ബോട്ട് അധികം ഹൈറ്റ് ആക്കാൻ പറ്റില്ല, ചിലപ്പോൾ മറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ജമ്പറൊക്കെ വളച്ച് വെച്ചത്. പിന്നെ ജസ്റ്റ് സെർവോം കൂടി കണക്ട് ചെയ്തു. സെർവോം സെയിം പരിപാടി, GND കണക്ട് ചെയ്തു, VCC കണക്ട് ചെയ്തു. അതിൻ്റെ സിഗ്നൽ എന്നുള്ളൊരു പിൻ നമ്മുടെ ഏതെങ്കിലും ഡിജിറ്റൽ പിൻസ്, PWM തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഡിജിറ്റൽ പിൻസ് കണക്ട് ചെയ്യുക. സംഭവം കഴിഞ്ഞു. അത്രേ ഉള്ളൂ നമ്മുടെ സർക്യൂട്ട്. സംഭവം നമ്മളിവിടെ കുറച്ച് മാറ്റമൊക്കെ വരുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ നോർമൽ ഗിയർ മോട്ടറല്ല ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ മോട്ടറൊക്കെ ഡാമേജ് ആയതുകൊണ്ട് നമ്മൾ വേറെ കടയിൽ നിന്നൊക്കെ കിട്ടിയ മോട്ടറൊക്കെ വെച്ചാൽ ചെയ്തത്. അപ്പോൾ അത് കുറച്ച് കൂടുതൽ ആംബിയറും പറക്കെ വലിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ മോട്ടോർ ഡ്രൈവറിൽ ഓൾറെഡി ഉള്ള റെഗുലേറ്റർ IC7805 എന്ന് പറഞ്ഞ സാധനം ഇടയ്ക്ക് ചൂടാവുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതേപോലത്തെ ഒരു DC to DC സ്റ്റെപ്പ് ഡൗൺ ബക്ക് കൺവേർട്ടർ വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ബാറ്ററിയുടെ 12 വോൾട്ട് ഡയറക്റ്റ് എടുത്തിട്ട് 5 വോൾട്ട് ആക്കിയിട്ട് നമ്മുടെ ആർഡിനോ പവർ ചെയ്യാൻ പോവാണ്. അതായത് മോട്ടോർ ഡ്രൈവറിൽ നിന്നുള്ള 5 വോൾട്ടിൻ്റെ കണക്ഷൻ നമ്മൾ എടുക്കുന്നില്ല. ജസ്റ്റ് സിമ്പിളാണ്. ആർഡിനോ നമ്മൾ ബ്ലൂടൂത്ത് മൊഡ്യൂൾ കണക്ട് ചെയ്തു. ജസ്റ്റ് ആ മോട്ടേഴ്സൊക്കെ മോട്ടോർ ഡ്രൈവ് കണക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ഒരു ബക്ക് കൺവേർട്ടർ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ബക്ക് കൺവേർട്ടർ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഇതിന് മുമ്പത്തെ ബ്ലൂടൂത്ത് കാറിൻ്റെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ.
കേട്ടോ. പിന്നെ ഇതേപോലത്തെ 4 പങ്കുകൾ എടുക്കുക, ജസ്റ്റ് നമ്മൾ കട്ട് ചെയ്തെടുത്താണ്. അതേപോലെ 4 ഇതുപോലത്തെ പേനയും. എന്നിട്ട് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഒട്ടിച്ചിട്ടാണ് തുഴയുന്നൊരു ഫീലാണ് നമ്മൾ കൊണ്ടുവരാൻ തന്നെ. അടിയിൽ മോട്ടർ വെച്ച് കറക്കി പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടറിന് കൂടുതൽ പവർ വേണം, അത് വാട്ടർ പ്രൂഫ് ആക്കണം. അതുപോലെ അതാണ് ഇപ്പോൾ നോർമൽ ഉള്ളത്. അപ്പോൾ നമ്മൾ ശരിക്കും വഞ്ചിയൊക്കെ തുഴഞ്ഞ് പോണ ഒരു ഫീൽ കിട്ടാൻ, ആ തുഴയുന്ന ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെടുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ മോട്ടറും ഇതേപോലെ പേന നമ്മൾ വെക്കുന്നത്. സോ പേന വെച്ചിട്ട് ആ ഒരു പങ്ക നമ്മുടെ ആ പേനയുടെ അറ്റത്തൊന്ന് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കാം. നമ്മളിപ്പോൾ അത് മൊത്തം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. 4 മോട്ടറിന് ഷാഫ്റ്റിൻ്റെ അവിടെ നമ്മൾ പേന ഒട്ടിച്ചിട്ടുണ്ട്. പേനേക്കാളും ബെറ്റർ എന്തെങ്കിലും നിങ്ങൾ എടുക്കുക, കാരണം പേനയ്ക്ക് അത്യാവശ്യം ശക്തിയുണ്ട്, പക്ഷേ വെള്ളത്തിൻ്റെ ശക്തി അബ്ബാരാണ്. ആ സാധനം ഒന്ന് തുഴഞ്ഞ് പോകണമെങ്കിൽ നല്ല കഷ്ടപ്പാടാണ്. ശരിക്കും വെള്ളത്തിൻ്റെ ശക്തി ഇല്ലാന്ന് വിചാരിക്കുന്നത്. ഞാനിത് ഇപ്പോൾ 4ാമത്തെ 5ാമത്തെ വർഷം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് കുറേ മാറ്റങ്ങൾ നമ്മൾ ചെയ്യുന്നത്. കാരണം എല്ലാം കൂടി വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തതിന് വീഡിയോ നല്ല രീതിക്ക് ലെങ്ത് ആവും. അപ്പോൾ ശരിക്കും മനസ്സിലായ വെള്ളത്തിന് ജസ്റ്റ് തുഴഞ്ഞ് പോകണമെങ്കിൽ നല്ല രീതിക്ക് ശക്തി വേണം. നമ്മൾ വീണ്ടും ടെസ്റ്റ് ചെയ്തു, സംഭവം ഇച്ചിരിയൊക്കെ ഒടിഞ്ഞൊക്കെ പോകുന്നുണ്ട്. അതേപോലെ അത്ര ഒരു പവർ കിട്ടുന്നില്ല. പക്ഷെ നമ്മളിത് ഉണ്ടാക്കുന്ന മെയിൻ ഉദ്ദേശം നല്ല രീതിക്ക് എഫിഷ്യൻ്റായിട്ട് പോകാനും പറ്റണം, അത്യാവശ്യം ഡിസ്റ്റൻസും കിട്ടണം. അത് മാത്രമല്ല ഇത് വളയ്ക്കാനൊക്കെ ഇച്ചിരി ഡിഫിക്കൽട്ടി എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ കൂടി മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പോകാം കേട്ടോ. ഫുൾ നമ്മൾ മാറ്റാൻ പോവുകയാണ്. അതുമാത്രമല്ല ബ്ലൂടൂത്ത് കാറൊക്കെ ഉണ്ടാക്കിയവർക്ക് അറിയാൻ പറ്റും, ചില സമയത്ത് നമ്മുടെ ബ്ലൂടൂത്ത് മൊഡ്യൂൾ എററാവും, ചിലർക്ക് വെറുതെ ഡാറ്റ വരും, നമുക്ക് ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാണ്ടാവും. നമുക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂസും വരില്ല. നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള സെറ്റപ്പ് സാധനം വേണം. അതുകൊണ്ട് നമ്മൾ ആർഡിനോയും ബ്ലൂടൂത്ത് മൊഡ്യൂളും മൊത്തത്തിൽ മാറ്റി നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ESP32 എന്ന് പറഞ്ഞ ബോർഡാണ്. ആർഡിനോ പോലത്തെ ഒരു ബോർഡാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇൻബിൽട്ട് ആയിട്ട് വേറെ മൊഡ്യൂളൊന്നും കണക്ട് ചെയ്യാണ്ട് നമുക്ക് ബ്ലൂടൂത്തും വൈഫൈയും രണ്ടും അവൈലബിൾ ആണ്. സോ നമ്മൾ ആർഡിനോയും മാറ്റി ബ്ലൂടൂത്ത് മൊഡ്യൂളും മാറ്റി. കാരണം ബ്ലൂടൂത്ത് മൊഡ്യൂൾ കുറച്ചുകൂടി എനിക്ക് അത്ര കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയില്ല. നമ്മൾ മൊത്തത്തിൽ ഒന്ന് അഴിച്ച് വന്ന് നമ്മുടെ ബോട്ടിനെ എന്താ ഒരു ചൂടെ പൊട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ലൈക്ക് ചെയ്യുക. നമ്മൾ ഇതിന് കുറേ കഷ്ടപ്പാട് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വീഡിയോയിലാണ് കുറേ സാധനം നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. എന്നിട്ടാണ് ഫൈനൽ ഈ ഒരു ഔട്ട്പുട്ടിലേക്ക് എത്തിയത്. നമ്മൾ ESP32 വെച്ചിട്ടുണ്ട്. ജസ്റ്റ് കണക്ഷൻസ് ഒക്കെ ഏകദേശം സെയിം തന്നെയാണ്. നമ്മുടെ ആർഡിനോ മാറ്റി ബ്ലൂടൂത്ത് മൊഡ്യൂൾ മാറ്റി. നമുക്ക് സെപ്പറേറ്റ് ഒരു മൊഡ്യൂളിന് വേണ്ട. നമ്മളിവിടെ ചെയ്തേക്കുന്ന ESP32 ആണ്. അതേപോലെ നമുക്ക് കുറച്ച് കഷ്ണങ്ങൾ കട്ട് ചെയ്തെടുക്കാം, കാരണം വെള്ളം കയറാണ്ടിരിക്കാൻ. നമ്മളപ്പോൾ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത് നമ്മുടെ ഓരോ മോട്ടറിൻ്റെ ഷാഫ്റ്റിൻ്റെ ഇതുപോലത്തെ സൈഡിലാണ്. കാരണം ഈ ഒരു പേനയുടെ ഭാഗം പുറത്തേക്ക് വരുമ്പോൾ ആ വഴി വെള്ളം കയറാൻ ചാൻസ് ഉണ്ട്. അതുപോലെ മോട്ടർ കറക്റ്റ് സെൻറ്റർ വെച്ചില്ലെങ്കിൽ 2 സൈഡിലേക്കുള്ള ലെങ്ത്ത് മാറാൻ ചാൻസ് ഉണ്ട്. ലെങ്ത്ത് ഒരുപാട് കൂടി കഴിഞ്ഞിട്ട് നമ്മളവിടെ പങ്ക വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോഴ്സ് ഭയങ്കര രീതിക്ക് കൂടും, നമ്മുടെ മോട്ടറിന് ഒരുപാട് ലോഡാവും. അതിനൊന്നും വരാണ്ടിരിക്കാൻ നമ്മളെല്ലാം കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കറക്റ്റ് അളവൊക്കെ എടുത്തിട്ടാണ് എല്ലാം സെറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇതേപോലെ തന്നെ 4 സൈഡിലും വച്ചെടുക്കണം, ഇല്ലെങ്കിൽ അവിടെ മൊത്തം വെള്ളം കയറും. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ 4 സൈഡിൽ ഇതേപോലത്തെ സംഭവം വച്ചെടുത്തിട്ടുണ്ട്. ഇനി വെള്ളം കയറിയാൽ തന്നെ അതിൻ്റെ ഉള്ളിൽ നിൽക്കും. പിന്നെ നമുക്ക് കവറിങ് ഒക്കെ ചെയ്യണം കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത 2 പീസ് പോലെ ഹോളൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. കറക്റ്റ് സ്കെയിലൊക്കെ വെച്ച് അളവൊക്കെ നോക്കിയെടുത്തേ, കാരണം ഇല്ലെങ്കിൽ ഇതേപോലെ സ്മൂത്തായിട്ട് കയറില്ല. 1ാമത്തെ സൈഡിലേക്ക് കയറി കഴിഞ്ഞു. ഇനി നമുക്ക് 2ാമത്തെ സൈഡിലൊന്ന് കയറ്റി നോക്കാം. ഇതൊന്നേ കറക്റ്റ് അളവൊക്കെ എടുത്തുകൊണ്ട് സെറ്റപ്പായിട്ട് ജസ്റ്റ് തള്ളുമ്പോൾ തന്നെ കയറുന്നുണ്ട്. ഇതൊരു വേറെ ലുക്കായില്ലേ, എന്തൊരു വെറൈറ്റി ലുക്കായില്ലേ. ഇനി നമ്മൾ നേരത്തെ വീണ്ടും ടെസ്റ്റ് ചെയ്തു. കുറേയൊക്കെ വെള്ളം കയറിയോണ്ട് ഫുൾ വാട്ടർ പ്രൂഫ് ആക്കാൻ നമ്മുടെ നോർമൽ കടയിൽ നിന്ന് കിട്ടുന്ന പ്ലാസ്റ്റിക് കവർ മൊത്തം അടിച്ച് അടിയിൽ ഫുൾ വാട്ടർ പ്രൂഫ് ആക്കി. നമ്മുടെ സെർവോം ഇതേപോലെ അടിയിലേക്ക് വാട്ടർ പ്രൂഫ് ആക്കി എടുത്തു. എന്നിട്ട് സെർവോ സ്ക്രൂ ഇട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ ബാറ്ററി ചാർജിന് വെച്ചേക്കാണ്. നമ്മൾ 8-10 പ്രാവശ്യം ടെസ്റ്റിംഗ് നടത്തിയിട്ടാണ് ഇങ്ങനെ ഓരോ ഫൈനൽ ഔട്ട്പുട്ട് എടുക്കണേ. ബാറ്ററിയുടെ ചാർജ് മൊത്തത്തിൽ തീർന്നു. അടിയിൽ ഇതുപോലത്തെ ജസ്റ്റ് ഒരു വിങ്സ് കൂടി വെച്ചിട്ടുണ്ട്, ലെഫ്റ്റ് റൈറ്റ് തിരിയാൻ വേണ്ടിയിട്ട്. ആ ഒരു ഷേപ്പൊക്കെ നമ്മൾ അതുപോലെ കട്ട് ചെയ്തെടുത്താണ്. ഇനി നമ്മൾ പേനല്ല 4 സൈഡിലും കറക്റ്റ് അളവെടുത്തിട്ട് എത്ര ഭാഗം പുറത്ത് വെക്കണം, എവിടെയാണ് വിങ്സ് വേണമെന്നൊക്കെ അളവെടുത്തിട്ട് കറക്റ്റ്ലി അവിടെ ഗ്ലൂഗം വെച്ച് ഒട്ടിച്ചെടുക്കുക. ഈ ഒരു പേന പൊട്ടുമെന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്, കാരണം നമ്മൾ വേറെ എന്ത് അവിടെ ഫിക്സ് ചെയ്യുന്ന എനിക്ക് അത്ര കത്തിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ 4 സൈഡിൽ നമ്മൾ പങ്ക സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഒരു ജാതി സ്പീഡായിരിക്കും, നല്ല രീതിക്ക് പുഷ് ചെയ്ത് പോവും വെള്ളത്തിനെന്നാണ് എൻ്റെ ഒരു നിഗമനം. നമുക്കറിയില്ല. ഇനി അതിൻ്റെ ബാക്ക് സൈഡ് കൂടി നല്ല രീതിക്ക് ഒന്ന് ഗ്ലൂ അടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ അത്യാവശ്യം പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു. ഫ്രണ്ട്സ് നമ്മുടെ ബോട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി നോക്കി, പക്ഷേ അപ്പോഴും കുറച്ചൊക്കെ വെള്ളം കയറുന്നുണ്ട്. അതിൽ കുറച്ചും കൂടി പ്രോഗ്രാമിംഗ് സെറ്റ് ചെയ്യാനുണ്ട്, കുറച്ചുകൂടി കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ഒരു അടിയിലുള്ള ആ ഒരു ലെഫ്റ്റ് റൈറ്റ് കൺട്രോൾ ചെയ്യാനുള്ള സാധനം വെള്ളത്തിൽ വെച്ച് ഒന്ന് അനക്കുമ്പോൾ തന്നെ പോകുന്നുണ്ട്. ബെറ്റർ ഈ ഒരു ബ്ലൂ സെർവോ മാറ്റിയിട്ട് ബ്ലാക്ക് സെർവോ ഉണ്ടായി വെക്കലാണ്. ഇപ്പോൾ നമ്മൾ 2ാമത്തെ ദിവസം വീണ്ടും പാടത്ത് പോയി. അങ്ങനെ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു 12 പ്രാവശ്യം നമ്മൾ പാടത്ത് ഏകദേശം പോയിട്ടുണ്ട്. ഓരോ ടെസ്റ്റിങ്ങും ഓരോന്ന് പൊട്ടും, വീട്ടിൽ വരും, വീണ്ടും പോവും. അങ്ങനെ ഫുൾ ഓട്ടത്തോടായിരുന്നു. പാടത്തുള്ള നാട്ടുകാർ വെച്ച് എനിക്ക് തലയ്ക്ക് ഭ്രാന്താണ്. അവർ നോക്കുമ്പോൾ ഡെയിലി ഞാൻ പാടത്ത് വരുന്നു തിരിച്ചു പോകുന്നു, പാടത്ത് വരുന്നു തിരിച്ചു പോകുന്നു, എന്തൊക്കെയോ കാര്യമായിട്ട് നടക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ഇനി നമ്മൾ ബക്ക് കൺവേർട്ടർ വെച്ചിട്ടുണ്ട് കുറച്ചുകൂടി പവർ ആവാൻ വേണ്ടിയിട്ട്. കാരണം ഇനി ESP32 നമ്മൾ സെപ്പറേറ്റ് പവർ കൊടുക്കാൻ പോവുകയാണ്. കാരണം മോട്ടറിന് മാക്സിമം പവർ കിട്ടിയിട്ട് ഒന്ന് പുഷ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. കാരണം വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് തള്ളിമറിച്ച്, വായോണ്ടല്ല വെള്ളത്തിനെ തള്ളിമറിച്ച് പുറത്ത് പോകാൻ നല്ല പണിയാണ്. നമ്മൾ കണക്ഷൻസൊക്കെ ഒന്നുകൂടി സെറ്റപ്പ് ആക്കി എടുത്തു. ബക്ക് കൺവേർട്ടർ സെറ്റ് ചെയ്തു. നമ്മൾ ESP എന്ന് വെച്ചിട്ട് വയ്ക്കാണ്ടിരുന്നത് നല്ല നമ്മൾ വച്ചിട്ടുണ്ട്. വീണ്ടും ടെസ്റ്റ് ചെയ്തു. വീണ്ടും എനിക്ക് അത്ര
അത്യാവശ്യം ആക്കിയില്ല. സോ നമ്മളെല്ലാം കൂടി അഴിച്ചു പണിതു. അതിൻ്റെ കുടലുമാലയൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് മൊത്തത്തിലൊന്ന് സീൽ ചെയ്ത് തീർക്കാം. നമ്മൾ നേരത്തെ അടി സീലുകൾ തന്നെ നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു പ്ലാസ്റ്റിക് കവറില്ലേ, നോർമൽ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങുന്നത്, അത് വെച്ചിട്ട് അടിയിൽ നമ്മളൊന്ന് സീൽ ചെയ്തായിരുന്നു വെള്ളം കയറാണ്ടിരിക്കാൻ. എന്നിട്ടും വെള്ളം കയറുന്നുണ്ട്. സോ നമുക്ക് അതിൻ്റെ ഉൾഭാഗം കൂടി മൊത്തത്തിൽ ഇതേപോലെ ഒന്ന് സീൽ ചെയ്തെടുക്കാം. ഇനി എനിക്ക് കാണാൻ അങ്ങനെ വെള്ളം കയറുന്നത്. നമ്മളങ്ങനെ ഓരോ പ്രാവശ്യം തെറ്റുപറ്റുമ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങൾ പുതിയതായിട്ട് പഠിക്കുകയാണ്. അതുപോലെ ഓരോ പുതിയ പുതിയ സാധനങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ആർഡിനോയും ബ്ലൂടൂത്തും മാറ്റി നമ്മുടെ ഈ ESP32 ഒക്കെ വെച്ച പോലെ കുറേ കാര്യങ്ങൾ എനിക്ക് ഇതിൽ നിന്ന് പഠിക്കാൻ പറ്റി. ഇതിപ്പോൾ 3ാമത്തെ ആഴ്ചയാണ്. നമ്മളതിൻ്റെ ആപ്ലിക്കേഷൻ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ബ്ലൂടൂത്ത് ഇലക്ട്രോണിക്സ് എന്ന് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്യുക, ഒരു ബ്ലാങ്ക് ആപ്ലിക്കേഷൻ കിട്ടും. എന്നിട്ട് സംഭവം പരിപാടി ഈസിയാണ്. ഇതേപോലെ സ്വിച്ചുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞെക്കുക. സംഭവം ഇതിൻ്റെ വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വിച്ച് ഞെക്കുമ്പോൾ ഒരു ക്യാരക്ടർ ബോർഡിലേക്ക് സെൻഡ് ആവും. അത് മുകളിലടിക്കുക, നമ്മൾ ഞെക്കുമ്പോൾ സെൻഡ് ചെയ്യുന്ന ക്യാരക്ടർ, പിന്നെ ആ സ്വിച്ച് വിടുമ്പോൾ സെൻഡ് ചെയ്യുന്ന ക്യാരക്ടർ അടിക്കുക. ഇത്രയുള്ള പരിപാടി. സംഭവം ഇവിടെ നടക്കുന്നത് നമ്മൾ ഈ ഒരു സ്വിച്ച് ഞെക്കുമ്പോൾ ഒരു ക്യാരക്ടർ ബോർഡിലേക്ക് സെൻഡ് ആവും. അപ്പോൾ ബോർഡിൽ മനസ്സിലാവും ഇന്ന ക്യാരക്ടർ വന്നാൽ ഫ്രണ്ടിലേക്ക് പോകണം. സോ അങ്ങനെ പോകും. അതാണ് ഇതിൻ്റെ വർക്കിംഗ്. സംഭവം നമ്മൾ വീണ്ടും ടെസ്റ്റ് ചെയ്തു. ഐ തിങ്ക് ഇതൊരു 16ാമത്തെ പ്രാവശ്യമാണ്. വീണ്ടും എനിക്ക് അത്ര ഒരു ഇതായിട്ട് തോന്നിയില്ല. നമ്മൾ ഇത്രയും ദിവസം കഷ്ടപ്പെട്ട് എടുത്ത് സംഭവം ചെയ്യുന്നത് എനിക്ക് മാക്സിമം ഒരു ഔട്ട്പുട്ട് കിട്ടണം. അതുമാത്രമല്ല ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ വീണ്ടും കുറേ കാര്യം ഇതിൽ നിന്ന് പഠിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ച ഒരു ഒറ്റ ദിവസം കൊണ്ട് ജസ്റ്റ് സംഭവം ഒന്ന് തീർക്കാമെന്ന്. പക്ഷെ ഇപ്പോഴാണ് 3ാമത്തെ ആഴ്ചയാണ്. അതും പാർട്ട് 1 വീഡിയോയ്ക്ക് ഈ ഒരു സാധനം സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മളപ്പോൾ കഷ്ടപ്പെട്ട് ഇത് വട്ടച്ചൻ പൊക്കാലോ എന്തോ ഒരു സാധനമൊക്കെ എടുത്തുകൊണ്ട് വന്ന്. കാരണം എപ്പോഴും പാടത്ത് പോകുമ്പോൾ നാട്ടുകാർ പ്രാന്താന്ന് വെക്കുന്നു, അതുപോലെ കുറേ പോവുകയും ചെയ്യണം. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇച്ചിരി സെറ്റ് ചെയ്തു. പക്കറ്റിലൊന്നും ഇത് കൊള്ളൂല. അപ്പോൾ ഇത് അത്യാവശ്യം വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ ആപ്ലിക്കേഷനിൽ. നമ്മൾ ഞെക്കുമ്പോൾ ഒരു ക്യാരക്ടർ അങ്ങോട്ട് സെൻഡ് ആവും. നമ്മൾ കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇഫ് ഈ ഒരു ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ആക്ഷൻ പെർഫോം ചെയ്യണം. സോ ഓരോ രീതിക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ബോട്ട് ഇപ്പോൾ അത്യാവശ്യം സെറ്റപ്പായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഈ ഒരു ബൗളിലൊന്നും ഇത് നിന്നതിന് പറ്റുന്നില്ല. നമ്മൾ ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ കാരണം കറക്റ്റായിട്ട് ബാലൻസ് ആയി നിൽക്കുന്നതുകൊണ്ടാണ്. അതായത് നമ്മുടെ പാടത്ത് ചിലപ്പോൾ കൊണ്ടിട്ടുമ്പോൾ ഇച്ചിരിയൊക്കെ അങ്ങോട്ടും ലെഫ്റ്റ് റൈറ്റൊക്കെ ചെരിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഗ്ലൂ ഗണ്ണും സോൾഡറിങ്ങനൊക്കെ വീട്ടിലാണ്. പാടത്ത് ഇലക്ട്രിസിറ്റി ഇല്ല. സോ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഇതുപോലെ വട്ടച്ചമ്പൊക്കെ വീട്ടിൽ സെറ്റ് ചെയ്ത് നമ്മൾ ബോട്ട് ടെസ്റ്റ് ചെയ്തത്. ഇപ്പോൾ ബോട്ട് നല്ല സെറ്റപ്പായിട്ട് പോകുന്നുണ്ട്. ബട്ട് എനിക്കിപ്പോഴും എന്തോ ഒരു പ്രശ്നം പോലെ നമ്മൾ വീണ്ടും സർക്യൂട്ടൊക്കെ അയച്ച് വീണ്ടും പണിതു. ഇപ്പോൾ അത്യാവശ്യം സെറ്റായിട്ടുണ്ട്. നമ്മൾ അടിയിലത്തെ സാധനം ഇടയ്ക്കിടയ്ക്ക് ഊരി പോകുന്നുണ്ട്. അതിൻ്റെ ഞാൻ അടുത്തോളാടാ. നമ്മൾ ഫോൺ കവറിലൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ അടുത്ത പ്രാവശ്യം പാടത്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഫോണേ വെള്ളത്തിൽ പോയി കിട്ടി. അപ്പോൾ ഇനിയിപ്പോൾ ശരിയാവില്ല. ഫോൺ കവറിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ലെഫ്റ്റ് റൈറ്റ് സെർവോ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഫ്രണ്ട് ബാക്ക് അതും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബോട്ടപ്പ് ഇപ്പോഴും സെറ്റായെന്ന് തോന്നും. പക്ഷേ ഇത് വെള്ളത്തിൽ ഇറക്കി കഴിയുമ്പോഴാണ് വീണ്ടും കുറേ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് വീണ്ടും കുറേ മാറ്റങ്ങൾ വന്ന് വീണ്ടും നമ്മൾ ഓരോന്ന് പഠിക്കുക. വീണ്ടും പ്രശ്നമായി നമ്മൾ വീണ്ടും പണി തുടങ്ങി. ഓക്കെ, ഇപ്പോൾ വീണ്ടും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ശരിക്കും ഈ ഒരു പരിപാടി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം കുറേ എററുകൾ വന്നാലും നമുക്ക് അത്രയും കൂടുതൽ പഠിക്കാൻ പറ്റി. നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ പാടത്തെത്തിയിട്ടുണ്ട് കേട്ടോ. കയ്യിൽ ബോട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ആരുമില്ല കേട്ടോ. ഇന്നലെ കുറേ പേരുണ്ടായി. ഇന്നലെ ഇത് കൊണ്ടുവരാണ്ട്. അപ്പോൾ റോട്ടിൽ കൂടി ഇങ്ങനെയാണ് കൊണ്ടുവരുന്നത്. സൈക്കിള് ഇത് കൊണ്ടുവരാൻ പറ്റില്ല. 4 വിങ്സ് ഒക്കെ ഉണ്ടായല്ലോ. നിറച്ച ആൾക്കാർ ഓടിക്കൂട്ടിയിരുന്നു. ഇന്നലെ നല്ല രസമായിരുന്നു കേട്ടോ. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഫോൺ അങ്ങനെ സെറ്റായി ഉണ്ടായില്ല. ആരുമില്ല. ഇപ്പോൾ ഈ പാടത്ത് ഒരു പോത്തും കൂട്ടനുണ്ട്. നമുക്ക് സംഭവം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. മഴയൊക്കെ പോയി സെറ്റ് പണിയാൻ കൊടയൊക്കെ കൊണ്ടാവുന്നേ. പക്ഷേ നമ്മളെത്തിയപ്പോൾ മഴ പോയി. താങ്ക് യു. നമുക്ക് അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇനി ഇത് മുങ്ങില്ലെന്ന് അറിയില്ല. എന്തായാലും പോത്തൊക്കെ നോക്കുന്നുണ്ട്. അല്ല സോറി, പശു. അതിൻ്റെ ഭവനാവും. അപ്പോൾ നമ്മൾ സംഭവം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ആരുമില്ല. ഓ മറിയുന്നുണ്ടോ? ഇല്ലല്ലോ. ഒഴുക്കിനെതിരെ 2 സാധനം ഇപ്പം നീന്തുണ്ടേ. മഴയുണ്ട് ചെറുതായിട്ട്. ഓ മോനെ ഇതേ സാധനം സെറ്റപ്പായിട്ട് പോകുന്നുണ്ട്. ഫ്രണ്ട്സ്, നമുക്ക് വീണ്ടും ഇതിൽ കുറച്ച് മോഡിഫിക്കേഷൻ കൂടി വരുത്തേണ്ടതാണ്. നമ്മൾ ഫ്രണ്ടിലത്തേക്ക് എടുത്ത് കളഞ്ഞു കേട്ടോ. കാരണം ഭയങ്കര ഫോഴ്സായി പോകുന്നു. സംഭവം ഇപ്പോഴും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ചില സമയത്ത് സ്വിച്ച് വെക്കുമ്പോൾ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. പിന്നെ അത്ര റേഞ്ച് കിട്ടുന്നില്ല. പിന്നെ ഉള്ളിൽ ഇപ്പോഴും സ്റ്റിൽ വെള്ളം കയറുന്നുണ്ട്. ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മളിതേ കാർ ഒന്നുകൂടി നോക്കുന്നുണ്ട്. മഴ വേണ്ടിയുണ്ട്. അതിന് മുമ്പ് ഇവന്മാരെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അഭിജിത്തുമാണ്, ട്വിൻസാണ്. എടാ ഒരു മാലയൊക്കെ പോലെ നമ്മൾ ഫോൺ കൊടുത്തിട്ടുണ്ട് അറിയാണ്ടിരിക്കാൻ. ഞാൻ ഇത് ഓൺ ചെയ്തിട്ട് കണക്ട് ചെയ്യാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഓൺ ചെയ്യുക. മഴ വേണ്ടിയുണ്ടെന്ന് അടച്ചിടാം. ഫ്രണ്ട്സ്, സംഭവം അത്യാവശ്യം വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് വീഡിയോ കാണുമ്പോൾ അത്യാവശ്യം വർക്ക് ചെയ്യുന്നുള്ളൂ. നമ്മൾ വിചാരിച്ച അത്രയും നേരം നമുക്കിതിനെ ഓടിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ഉള്ളിൽ പല സാധനവും ചൂടാവണു. മോട്ടറിന് ഒരുപാട് ലോഡ് വന്നു. കാരണം ശരിക്കും 2 സൈഡും വെള്ളത്തിൽ പുഷ് ചെയ്ത് പോകാമെന്ന് വെച്ചാൽ അത്രയും ലോഡ് വരുന്നുണ്ട്. അപ്പോൾ ഒരു മോട്ടറിനെ കൊണ്ട് ഈ സാധനം താങ്ങുന്നില്ല. അതൊരു വളയ്ക്കാൻ നല്ല അടാറ് പാടാണ്. ശരിക്കും സെറ്റപ്പായിട്ട് വീഡിയോ കാണുമ്പോൾ പോകുന്നുണ്ട്. ബട്ട് റിയലി ഈ സാധനം അത്ര സെറ്റപ്പ് അല്ല. ഇടയ്ക്ക് വർക്ക് ചെയ്യുന്നില്ല. പല ഇഷ്യൂസ് തന്നെയുണ്ട്. നമുക്കിത് കുറച്ചുകൂടി മോഡിഫൈ ചെയ്തിരിക്കുന്നു. അടിച്ചു പോയാലും വർക്കിംഗ് ഗൈസ്. വെള്ളം കയറി തോന്നുന്നു. നന്നായിട്ട് വെക്കുന്നു. വളച്ച് വെക്കുന്നു.
എന്തായാലും ഇതുപോലെ വർക്ക് ചെയ്താൽ പോരാ, 2 ആഴ്ചത്തെ കഷ്ടപ്പാടാണ്. പെർഫെക്റ്റ് ഈ സാധനം പോകണം. അതേപോലെ ഇത് ലൂസാണ് കേട്ടോ, ഇളകുന്ന കണ്ട ലൂസാണ്. ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് ഒരു എന്താണ് ഇപ്പം എത്രാമത്തെ വേർഷൻ ആയെന്ന് അറിയില്ല, ഒരു 10 പോയിന്റ് അല്ലെങ്കിൽ 11 പോയിന്റ് എന്തായാലും വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ പാർട്ട് 2 വരും കേട്ടോ, ഈ സാധനം സെറ്റപ്പായിട്ട് നമ്മൾ ചെയ്തിട്ട്. അപ്പോൾ കൂടുതലൊന്നും പറയാനുള്ള എല്ലാവരും കമൻറ്റ് ചെയ്തേക്കാട്ടോ. പിന്നെ ഇപ്പം തന്നെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി, വാട്സപ്പ് സ്റ്റാറ്റസ് എല്ലാം ആക്കുക. അപ്പോൾ ഇതിലും നല്ല ഇതിൻ്റെ അടിപൊളി വേർഷനായിട്ട് കാണാമെന്ന പ്രതീക്ഷയിൽ ഞാനും നമ്മുടെ അഭിജിത്തും ക്യാമറ 2 പേരുണ്ട്, അവനും കൂടി കാണിക്കും, നമ്മുടെ കൊട സെൽഫി സ്റ്റിക്ക് എല്ലാവരും ഉണ്ട്. അപ്പോൾ സൈനിങ് ഓഫ്.